അമേരിക്കയും ഇസ്രയേലും തമ്മിലുള്ള തകർക്കാനാകാത്ത സൗഹൃദത്തിന്റെയും ആഴത്തിലുള്ള സൈനിക സഖ്യത്തിന്റെയും ബാഹ്യരൂപം ക്യാപിറ്റോൾ ഹില്ലിൽ വെച്ച് പൂർണ്ണമായി തകർന്നടിഞ്ഞിരിക്കുകയാണ്. അന്താരാഷ്ട്ര രാഷ്ട്രീയ ലോകത്തെ ഒന്നടങ്കം ഞെട്ടിച്ചുകൊണ്ട് US സെനറ്റ് ഹിയറിംഗിൽ വെച്ച് അമേരിക്കൻ വിദേശകാര്യ സെക്രട്ടറി മാർക്കോ റൂബിയോ ഇസ്രയേലിന് കടുത്ത ഭാഷയിൽ ഒരു നയതന്ത്ര താക്കീത് നൽകി. ലെബനനിൽ ഇസ്രയേലിന് യാതൊരുവിധ ഭൂപ്രദേശ അവകാശവാദങ്ങളും ഉന്നയിക്കാൻ കഴിയില്ലെന്ന് റൂബിയോ അസന്നിഗ്ധമായി വ്യക്തമാക്കിയത് ജെറുസലേമിനെ ഏറ്റ വൻ തിരിച്ചടിയായി മാറിയിരിക്കുന്നു. പരസ്യമായി ഉയർന്ന ഈ നയതന്ത്ര ഭിന്നതകൾക്ക് പിന്നിൽ അടച്ചിട്ട മുറികൾക്കുള്ളിൽ നടന്ന വലിയൊരു തർക്കത്തിന്റെ പശ്ചാത്തലമുണ്ട്. ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവുമായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നടത്തിയ കടുത്ത ഫോൺ സംഭാഷണമാണ് ഈ പരസ്യ പ്രതികരണത്തിലേക്ക് കാര്യങ്ങളെ എത്തിച്ചത്. വർഷങ്ങളായി തുടരുന്ന ഇസ്രയേൽ അമേരിക്കൻ ബന്ധത്തിലെ ഏറ്റവും വലിയ വിള്ളലാണ് ഈ സംഭവത്തിലൂടെ പുറത്തു വന്നിരിക്കുന്നത്. മിഡിൽ ഈസ്റ്റിൽ ഇസ്രയേൽ നടത്തുന്ന വൻ സൈനിക നീക്കങ്ങൾക്ക് അമേരിക്ക നൽകുമെന്ന അന്ധമായ പിന്തുണയ്ക്ക് ഒരു പരിധിയുണ്ടെന്ന് വാഷിംഗ്ടൺ ഇപ്പോൾ പരസ്യമായി പ്രഖ്യാപിച്ചിരിക്കുന്നു. ഈ ഫോൺ കോളിന് തൊട്ടു പിന്നാലെ ബെയ്റൂട്ടിലെ തങ്ങളുടെ ശക്തമായ സൈനിക ആക്രമണം താൽക്കാലികമായെങ്കിലും നിർത്തിവെക്കാൻ ഇസ്രയേൽ സൈന്യം നിർബന്ധിതരായി. അമേരിക്കയുടെ ഭാഗത്തു നിന്നുണ്ടായ ഈ അപ്രതീക്ഷിത സമ്മർദ്ദം ഇസ്രയേൽ പ്രതിരോധ മന്ത്രാലയത്തെ കടുത്ത പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ട്. വാഷിംഗ്ടണിന്റെ ഈ നാടകീയമായ നിലപാട് മാറ്റത്തിന് പിന്നിൽ കൃത്യമായ രാഷ്ട്രീയ ലക്ഷ്യങ്ങളുണ്ടെന്നാണ് അന്താരാഷ്ട്ര നിരീക്ഷകർ വിലയിരുത്തുന്നത്. ഇറാനുമായി ഒരു ചരിത്രപരമായ വൻ നയതന്ത്ര കരാറിൽ ഒപ്പുവെക്കാനുള്ള അമേരിക്കയുടെ ശ്രമങ്ങളാണ് ഇതിന് പിന്നിലെ പ്രധാന കാരണം. ഇത്തരമൊരു ചരിത്ര കരാർ യാഥാർത്ഥ്യമാകണമെങ്കിൽ ഇസ്രയേൽ ലെബനനിലും ഗാസയിലും നടത്തുന്ന സൈനിക കടന്നുകയറ്റങ്ങൾ അവസാനിപ്പിക്കേണ്ടത് അനിവാര്യമാണെന്ന് അമേരിക്ക തിരിച്ചറിയുന്നു. ഇറാൻ പിന്തുണയ്ക്കുന്ന ഹിസ്ബുള്ളയ്ക്കെതിരെയുള്ള ഇസ്രയേലിന്റെ യുദ്ധം നീണ്ടുപോകുന്നത് അമേരിക്കയുടെ നയതന്ത്ര ലക്ഷ്യങ്ങൾക്ക് വിഘാതമാകും. മാർക്കോ റൂബിയോ സെനറ്റിൽ നടത്തിയ പ്രസ്താവന കേവലം ഒരു വാക്കിൽ ഒതുങ്ങുന്നതല്ല, മറിച്ച് അമേരിക്കയുടെ മിഡിൽ ഈസ്റ്റ് നയത്തിൽ വന്ന വലിയൊരു മാറ്റത്തിന്റെ ഔദ്യോഗിക പ്രഖ്യാപനമാണ്. ലെബനന്റെ പരമാധികാരത്തെ മാനിക്കാൻ ഇസ്രയേൽ ബാധ്യസ്ഥരാണെന്ന് റൂബിയോ ഓർമ്മിപ്പിച്ചത് നെതന്യാഹുവിന്റെ യുദ്ധമോഹങ്ങൾക്കേറ്റ കനത്ത തിരിച്ചടിയാണ്. ഇസ്രയേൽ ഭരണകൂടത്തിനുള്ളിൽ ഈ നീക്കം വലിയ രീതിയിലുള്ള അമർഷത്തിനും ആശങ്കയ്ക്കും കാരണമായിട്ടുണ്ട്. അമേരിക്കയുടെ കടുത്ത സമ്മർദ്ദത്തിന് വഴങ്ങി യുദ്ധം നിർത്തേണ്ടി വരുന്നത് ഇസ്രയേലിന്റെ ആഭ്യന്തര രാഷ്ട്രീയത്തിൽ നെതന്യാഹുവിന് വലിയ തിരിച്ചടിയുണ്ടാക്കും. അതേസമയം അമേരിക്ക ഉന്നം വെക്കുന്ന ഇറാൻ കരാർ മിഡിൽ ഈസ്റ്റിലെ ശക്തി സമവാക്യങ്ങളെ പൂർണ്ണമായി മാറ്റിമറിക്കാൻ പോന്ന ഒന്നാണ്. ഉപരോധങ്ങൾ നീക്കുന്നതിന് പകരമായി ഇറാന്റെ ആണവ പദ്ധതികൾക്ക് കടുത്ത നിയന്ത്രണം ഏർപ്പെടുത്താനും മേഖലയിലെ സംഘർഷങ്ങൾ കുറയ്ക്കാനും ട്രംപ് ഭരണകൂടം ശ്രമിക്കുന്നു. ഈ വലിയ നേട്ടത്തിന് മുൻപിൽ ഇസ്രയേലിന്റെ പ്രാദേശികമായ സൈനിക ലക്ഷ്യങ്ങൾക്ക് അമേരിക്ക വലിയ പ്രാധാന്യം നൽകുന്നില്ലെന്നാണ് പുതിയ സംഭവ വികാസങ്ങൾ കാണിക്കുന്നത്. ഒരു പരിധിവരെ ഇസ്രയേലിന്റെ ഏകപക്ഷീയമായ ആക്രമണങ്ങൾ അമേരിക്കയുടെ ആഗോള പ്രതിച്ഛായയ്ക്ക് വലിയ കോട്ടമുണ്ടാക്കുന്നുണ്ടെന്ന വിലയിരുത്തലും വാഷിംഗ്ടണിലുണ്ട്. ട്രംപും നെതന്യാഹുവും തമ്മിലുള്ള ഫോൺ സംഭാഷണം എത്രത്തോളം വഷളായിരുന്നു എന്നത് സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുമ്പോൾ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം പുതിയൊരു ഘട്ടത്തിലേക്ക് കടക്കുകയാണെന്ന് വ്യക്തമാകും. പരസ്യമായി വലിയ സൗഹൃദം നടിക്കുമ്പോഴും തങ്ങളുടെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമായി പ്രവർത്തിച്ചാൽ അമേരിക്ക കടുത്ത നടപടികളിലേക്ക് കടക്കുമെന്ന സന്ദേശമാണ് ട്രംപ് നൽകിയിരിക്കുന്നത്. ലെബനനിലെ ആക്രമണം നിർത്തിവെച്ചതോടെ ഹിസ്ബുള്ളയ്ക്ക് തങ്ങളുടെ ശക്തി വീണ്ടെടുക്കാനുള്ള അവസരം ലഭിക്കുമെന്നാണ് ഇസ്രയേൽ സൈനിക നേതൃത്വം ഭയപ്പെടുന്നത്. പൂർണ്ണ വിജയത്തിന് തൊട്ടടുത്തെന്ന് അവകാശപ്പെടുമ്പോഴാണ് അമേരിക്കയുടെ ഭാഗത്തു നിന്നും ഇത്തരമൊരു ചതി ഉണ്ടായതെന്നാണ് ഇസ്രയേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഈ നയതന്ത്ര യുദ്ധത്തിൽ ഇറാൻ വലിയൊരു നേട്ടമാണ് കൊയ്തിരിക്കുന്നത്. നേരിട്ട് യുദ്ധം ചെയ്യാതെ തന്നെ തങ്ങളുടെ സഖ്യകക്ഷിയായ ലെബനനെ ഇസ്രയേൽ അധിനിവേശത്തിൽ നിന്ന് താൽക്കാലികമായി രക്ഷിക്കാൻ ഇറാന്റെ നയതന്ത്ര നീക്കങ്ങൾക്ക് കഴിഞ്ഞു. വരും ദിവസങ്ങളിൽ ക്യാപിറ്റോൾ ഹില്ലിലെ ഈ പൊട്ടിത്തെറിയുടെ പ്രതിഫലനങ്ങൾ മിഡിൽ ഈസ്റ്റിലെ യുദ്ധകളത്തിൽ പ്രകടമാകും. ഇസ്രയേൽ അമേരിക്കയുടെ കൽപ്പനകൾ പൂർണ്ണമായി അനുസരിക്കുമോ അതോ തങ്ങളുടെ നിലപാടിൽ ഉറച്ചു നിൽക്കുമോ എന്നത് നിർണായകമാണ്. വാഷിംഗ്ടണും ജെറുസലേമും തമ്മിലുള്ള അവിശുദ്ധ കൂട്ടുകെട്ടിന്റെ പ്രതാപകാലം അവസാനിക്കുകയാണെന്ന സൂചനയാണ് ക്യാപിറ്റോൾ ഹില്ലിൽ നിന്ന് ലഭിക്കുന്നത്. സ്വന്തം രാഷ്ട്രീയ നേട്ടങ്ങൾക്കും ചരിത്രപരമായ കരാറുകൾക്കും വേണ്ടി അമേരിക്ക തങ്ങളുടെ ഏറ്റവും അടുത്ത സുഹൃത്തിനെ പോലും നിയന്ത്രിക്കാൻ മടിക്കില്ലെന്ന് ട്രംപ് ഭരണകൂടം തെളിയിച്ചിരിക്കുന്നു. നെതന്യാഹുവിന്റെ ലെബനൻ മോഹങ്ങൾക്ക് മേൽ മാർക്കോ റൂബിയോ അടിച്ച ആ നയതന്ത്രാണി
വരാനിരിക്കുന്ന വലിയ ആഗോള രാഷ്ട്രീയ മാറ്റങ്ങളുടെ തുടക്കം മാത്രമാണ്.